US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ 50% താരിഫ് വർദ്ധിപ്പിച്ചു. അതിനുശേഷം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യ മൗനത്തിൽ ആയത്, അല്ലെങ്കിൽ നരേന്ദ്രമോദി മൗനത്തിലായിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് പല കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഏതായാലും അതിനൊക്കെ ഉള്ള ഒരു ഉത്തരം വന്നു തുടങ്ങിയിരിക്കുന്നു. ട്രംപിന്റെ തീരുവ ഇന്ത്യയുടെ കയറ്റുമതിയെ ഉലച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ ഇന്ത്യ മറികടന്ന് തുടങ്ങി എന്നുള്ളതാണ് പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ. അതിനായി ഇന്ത്യ തെരഞ്ഞെടുത്തത് ലോകത്തെ മുൻനിര രാജ്യങ്ങളുമായിട്ട് ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടുക എന്നുള്ളതായിരുന്നു. ആ സ്വതന്ത്ര വ്യാപാര കരാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാനുമായി ഒപ്പുവെച്ചു. അതിന് പിന്നാലെ ന്യൂസിലൻഡുമായി ഒരു കരാർ ഒപ്പുവെച്ചു. ജനുവരിയിൽ ഇസ്രയേലുമായിട്ടൊരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കുന്നു. അതിനു മുൻപ് കാനഡയും GCC രാഷ്ട്രങ്ങളുമായിട്ട് ഒപ്പുവെച്ചു. റഷ്യയുമായിട്ട് അനവധി കരാറുകളിലേക്ക് ഒപ്പുവെക്കുന്നതിന്റെ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടുന്നു. കൂടുതൽ രാജ്യങ്ങൾ അതിലേക്ക് വരുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഒരു പ്രതിനിധി സംഘം ഇന്ത്യയിൽ എത്തിയിരുന്നു വ്യാപാര കരാറുമായി ചർച്ച ചെയ്യാൻ. ഇന്ത്യ അസന്നിഗ്ധമായി പറയുന്ന ഒരു കാര്യം, കാർഷിക മേഖലയിലേക്ക് വിപണി തുറന്നു കൊടുക്കില്ല എന്നുള്ളതാണ്. ന്യൂസിലൻഡിനും അത്തരത്തിലൊരു വിപണി തുറന്നു കൊടുത്തിട്ടില്ല. പാലുൽപ്പന്നങ്ങൾ, കാപ്പി, ഉള്ളി, പഞ്ചസാര, സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഭക്ഷ്യ എണ്ണ, റബ്ബർ എന്നിവ ഇറക്കുമതി ചെയ്യാൻ അനുമതിയില്ല. കാരണം ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട്. അമേരിക്കയോടും ഇന്ത്യക്ക് ഈ നിലപാട് തന്നെയാണ്. ഈ ഒരു നിലപാട് കൊണ്ട് തന്നെയാണ് വ്യാപാര കരാറിന്റെ ചർച്ച നീണ്ടുപോകുന്നത്. ഒരുപക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടായാൽ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ ഒരുപക്ഷെ മാർച്ചിന് മുൻപോ മാർച്ചിലോ ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.